അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഏറ്റവും സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി കൂടെ ചേർത്തൊന്ന് മൂപ്പിച്ചെടുത്ത് അതിലേക്ക് പൊടിയായി അരിഞ്ഞെടുത്തിട്ടുള്ള ഒരു സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ എടുത്ത ഉപ്പാണ് ഞാനതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഉള്ളി ഏകദേശം ഒരു ഹാഫ് കുക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ക്യാപ്സിക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള ക്യാപ്സിക്കം അതിൻ്റെ പകുതി ഭാഗത്തോളം മാത്രമാണ് കേട്ടോ ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളൂ. പിന്നെ ചെറിയൊരു തക്കാളിയുടെ കഷ്ണം കൂടെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതിലേക്ക് വെജിറ്റബിൾസ് ഒരുപാട് കുക്കാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു ഹാഫ് ഭാഗത്തോളം കുക്കായാൽ മതി. ശേഷം ഇതിലേക്ക് എരിവിനായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. അപ്പോൾ അതൊരു 1 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ വീതം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഒരുപാട് മസാലപ്പൊടികളൊന്നും ഞാനതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഈ ഒരു മസാലപ്പൊടികളുടെ ആ ഒരു പച്ചക്കുത്തരൊക്കെ ഒന്ന് മാറിക്കുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂണോളം സോയാ സോസ് ചേർത്ത് കൊടുക്കാം. ശേഷം 1 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഓപ്ഷനിലാണ്, ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ സോയാ സോസും ടൊമാറ്റോ സോസും ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഈ ഒരു പലഹാരത്തിന് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ ഇതിലേക്ക് ചെറുതായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുള്ള ചിക്കനാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ചോപ്പറിലിട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നല്ലൊരു ഫ്ലേവർ കൂടെ കിട്ടാനായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കും. ഇതൊന്ന് ചെറുതായിട്ട് ചൂടാറി വരട്ടെ. അപ്പോൾ ആ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. ഇനി ഈ ഒരു പലഹാരത്തിലേക്ക് നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ബണ്ണാണ്. അപ്പോൾ ഇതുപോലെ ഒരു മീഡിയം സൈസിലുള്ള 4 ബണ്ണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി വലിയ ബന്നാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് കുറച്ചധികം തന്നെ ഫില്ലിങ് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അത് ഓരോ ബന്നും ഇതുപോലെ നമുക്കൊന്ന് സെൻറ്ററിൽ ഇങ്ങനെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. അതിന് ശേഷം നമ്മൾ ഓരോ സൈഡും ഇതുപോലെ എടുത്തിട്ട് അതിൻ്റെ ആ ഒരു സെൻറ്ററിൽ ഇതുപോലെ കത്തി വെച്ചിട്ട് ആദ്യം ഒന്ന് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഇതിൽ സെൻറ്ററിലുള്ള ആ ഒരു ഭാഗം നമുക്ക് ഒഴിവാക്കണം. അപ്പോൾ അത് മുഴുവനായിട്ട് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ ഒരു ക്യാപ്പ് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിനുള്ളിലാണ് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ ബന്നും ഞാനും ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു സെൻറ്ററത്തെ ഭാഗം നമുക്ക് ഒഴിവാക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ബ്രെഡ് ക്രംസ് ഒക്കെ ആയിട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാം കേട്ടോ. ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ചീസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണിനടുത്ത് ഒറിഗാനോയും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ചില്ലി ഫ്ലേക്സും ആണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഓപ്ഷനിലാണ്, വേണമെന്നൊന്നുമില്ല, നിർബന്ധമില്ല. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു ബന്നിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തിക്കാക്കിയിട്ട് വേണം കേട്ടോ വെച്ച് കൊടുക്കാനായിട്ട്. പ്രസ് ചെയ്ത് വേണം നമ്മൾ ഇതിനുള്ളിൽ ഫില്ലിങ് വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ബന്നിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുള്ളായിട്ട് ബന്നിൻ്റെ പുറത്തും ആ ഒരു കട്ട് ചെയ്ത ഭാഗത്തൊക്കെ കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. ഓവനിൽ വെച്ചിട്ടാണ് നിങ്ങളിത് ചെയ്തെടുക്കുന്നതെങ്കിൽ സൈഡിലൊക്കെ കുറച്ച് ബട്ടർ ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ കാണാനൊക്കെ നല്ലൊരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഫില്ലിംഗ് ഒക്കെ മുഴുവനായിട്ട് ഇതിന് മുകളിൽ വെച്ച് കൊടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് ഞാനിതാ ഇതുപോലെ കുറച്ച് ചീസാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതൊക്കെ സെയിം രീതിയിൽ തന്നെയാണ് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഞാനിതിപ്പോൾ ഇവിടെ ഫ്രൈ പാനിലാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ഓവനിലും കൂടെ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓവനിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ആ ഒരു നല്ല ഒരു സ്ട്രക്ചർ കിട്ടുന്നത്. പക്ഷേ നമ്മൾ പാനിൽ ചെയ്തെടുക്കുന്ന സമയത്തും കഴിക്കാനൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതെല്ലാ ബന്നിനുള്ളിലും ഞാൻ ഇതുപോലെ ഫില്ലിംഗ് ഒക്കെ വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ഒരു കേക്ക് ടീൻ എടുത്തിട്ടുണ്ട്. അതിനുള്ളിലായിട്ട് ഓയിൽ സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം ഒരു ബട്ടർ പേപ്പറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനുള്ളിലായിട്ടാണ് ഫുള്ളായിട്ട് നമ്മുടെ ഈ ഒരു പലഹാരം വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിന് മുകളിലായിട്ട് ഞാൻ ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുത്തിട്ടുള്ള റെഡും ഗ്രീനും കളറിലുള്ള ക്യാപ്സിക്കം വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് തീർത്തും ഓപ്ഷനിലാണ് കേട്ടോ, കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടി മാത്രം ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ റെഡ് കളറിലുള്ള ക്യാപ്സിക്കം ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് തക്കാളി ചെറുതായിട്ട് തന്നെ അതിൻ്റെ തൊലിഭാഗം മാത്രം കട്ട് ചെയ്തെടുത്തിട്ട് മുകളിൽ വെച്ച് കൊടുത്താലും മതി. ഇനി ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ കുറച്ച് വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. നമ്മൾ ടിന്ന് ഇറങ്ങി നിൽക്കാൻ പാകത്തിലുള്ള ഒരു പാത്രമാണ് കേട്ടോ എടുക്കേണ്ടത്. അതിലേക്ക് ഒരു അല്പം വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു പാത്രം താഴെ വെച്ച് കൊടുത്ത് അതിന് മുകളിലായിട്ട് നമ്മുടെ കേക്ക് ടിന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് നമ്മുടെ ചീസൊക്കെ പെട്ടെന്നൊന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇതിനെ നമുക്ക് അടച്ച് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഒരു 15 മിനിറ്റോളം മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതിനെ കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഒരുപാട് ഹൈ ഫ്ലെയിമിലാക്കി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്താലും മതി. ഇനി ഇതിനെ നമുക്ക് അതുപോലെ ഒന്ന് കവർ ചെയ്തതിന് ശേഷം കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ചൂടായിട്ടുള്ള ഒരു പാന് വെച്ചിട്ട് മുകൾ ഭാഗം കവർ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ആ ഒരു ഓവനിലൊക്കെ ചെയ്തെടുക്കുന്ന ആ ഒരു കറക്റ്റ് സ്ട്രക്ചറിൽ കിട്ടും. അപ്പോൾ ഇതാ നമ്മുടെ പലഹാരമൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മുടെ ചീസൊക്കെ നല്ലപോലെ മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഓവനിൽ ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ കളർ നല്ല പോലെ ഒന്ന് ചേഞ്ച് ആവും കേട്ടോ. അതിൻ്റെ മുകൾ ഭാഗം നല്ല ഒരു ഗോൾഡൻ കളർ പോലെയൊക്കെ ആയിട്ട് നല്ല ഒരു രീതിയിലാണ് കിട്ടുക. പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിലൊന്നും യാതൊരു വ്യത്യാസവും ഇല്ല.
അപ്പോൾ ഇഫ്താറിൻ്റെ സമയത്തൊക്കെ ഒട്ടും തന്നെ എണ്ണയിലൊന്നും മുക്കി പൊരിക്കാതെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന ഒരുപാട് സ്നാക്കിൻ്റെ റെസിപ്പി ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് അതൊക്കെ ഒന്ന് പോയിട്ട് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ അത് ഞാൻ മുന്നേ ഓവനിൽ ചെയ്ത സമയത്ത് ഇതുപോലെയാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.